ഹായ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും ഉള്ളിയും വെച്ചൊരു കറിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഏകദേശം ഒരു 5 മിനിറ്റ് മതി. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് വേണ്ടത്, എത്രയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തത്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക്, എരിവിനനുസരിച്ച് എത്ര വേണേലും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കണം. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. തക്കാളിക്കും ഉള്ളിക്കും അധികം വേവില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു ജാർ എടുത്തിട്ട് കുറച്ച് തേങ്ങ ഇടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. ഇടയ്ക്ക് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതേ ഒരു പരുവാണ്. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി വേണമെങ്കിൽ തിക്കായിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി കറി പോലെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്നുകൂടെ കുക്ക് ചെയ്യണം. നന്നായിട്ട് നല്ലൊരു തിള വരുമ്പം ഓഫ് ചെയ്യണം. ഇതപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ നന്നായിട്ട് പോകുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് മതി. തക്കാളിക്കും ഉള്ളിക്കും അധികം വേവൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.